റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ പ്രഖ്യാപിച്ച 50% തീരുവ അത് നാളെ ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഇത് സംബന്ധിച്ച കരട് നോട്ടീസ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയിട്ടുമുണ്ട്. ഇന്ത്യയുമായി സമവായത്തിനില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് US-ന്റെ ഈ നടപടി. ട്രംപ് മധ്യസ്ഥത വഹിച്ച യുക്രൈൻ റഷ്യ സമാധാന നീക്കം പൊളിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യക്കെതിരെ കനത്ത ചുങ്കം ചുമത്തുന്ന നീക്കവുമായി മുന്നോട്ട് പോകാൻ US തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരിക്കാൻ നമ്മുടെ രാജ്യത്തിനാവില്ല. ട്രംപിനെ പിണക്കാനും പറ്റില്ല. തീരുവ ചുമത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ സുഹൃത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ത്രിശങ്കുവിലാക്കിയിരിക്കുകയാണെന്ന് പറയാം. സുഹൃത്ത് രാജ്യമാണെന്ന പരിഗണന പോലും നൽകാതെ ഇപ്പോൾ ഇന്ത്യയെ ഏതാനും നാളുകളായി റഷ്യൻ എണ്ണ ആയുധമാക്കി കടന്നാക്രമിക്കുകയാണ് US പ്രസിഡന്റ്. നമ്മൾ പരിശോധിക്കുന്നു എങ്ങനെ നേരിടും ട്രംപ് ആഘാതം. യെസ്, 2025 ഓഗസ്റ്റ് മാസം 6-നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്കുമേൽ അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു എന്ന കാര്യം പങ്കുവച്ചത്. ആദ്യ തീരുവയുടെ ആഘാതത്തിൽ നിന്ന് നമ്മുടെ രാജ്യം മുക്തമാകുന്നതിന് മുന്നേ വീണ്ടും 25% തീരുവ കൂടി ചുമത്തി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ അധിക നികുതി തീരുവ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണോ? അധിക നികുതി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണോ എന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. അധിക നികുതി ബാധകമല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. അധിക നികുതി ബാധകമല്ലാത്ത ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് അർദ്ധചാലകങ്ങളാണ്, സെമി കണ്ടക്ടേഴ്സ് ആണ്, മറ്റൊന്ന് സ്റ്റീലാണ്, പിന്നെ അലൂമിനിയം, പിന്നെ മറ്റൊന്ന് കാർഷികോൽപ്പന്നങ്ങളാണ്. ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ പുറമെ US നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ട ചില ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതി ഇല്ല. കാരണം ഇവയൊക്കെ അമേരിക്കയ്ക്ക് വേണ്ടവയാണ്, അമേരിക്കയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ഇവ ഒഴികെ ഇന്ത്യ കയറ്റി അയക്കുന്ന ഏകദേശം മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും 50% എന്ന അധിക നികുതി ബാധകമായിട്ട് വരും. സത്യത്തിൽ അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലാസ്റ്റ് ഇയർ അതായത് പോയ വർഷം ഇന്ത്യ US ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് $130 ബില്യൺ ആയിരുന്നു. 2024 ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയുന്നത് 130 എക്സാക്ട് കണക്ക് 130.84 ബില്യൺ ആയിരുന്നു. അത് ഇപ്പോഴത്തെ ഈ 50%, അത് പ്രിയപ്പെട്ടവരെ കേവലം ഒരു താരിഫ് മാത്രമല്ല, സത്യത്തിൽ അതൊരു പെനാലിറ്റി കൂടിയാണ്, പിഴയാണ്. കാരണം ആ പിഴ ചുമത്തുന്ന നിലയിലേക്ക് ട്രംപ് എത്തിയത് പല രാഷ്ട്രീയ താല്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലുമാണ്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിനെ ഏതുവിധേനയും തടയാനുള്ള ട്രംപിന്റെ നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 50% തീരുവ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ട്രംപ് ഇന്ത്യക്കും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും ചുമത്തിയിരിക്കുന്ന നികുതി എങ്ങനെയാണെന്ന് നോക്കാം. ട്രംപിന്റെ താരിഫ് ഇങ്ങനെയാണ്. ഇന്ത്യക്കും ബ്രസീലിനുമാണ് ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിരിക്കുന്നത്, 50%. ഇന്ത്യക്കും അതേപോലെ തന്നെ ബ്രസീലിനും ഇങ്ങനെയാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് വരുമ്പോൾ അത് 39%. കാനഡയ്ക്കും ഇറാഖിനും 35%, ചൈനയ്ക്ക് 30%, പാകിസ്ഥാന് 19%. അപ്പോൾ ഇങ്ങനെയാണ് താരിഫ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ഈ അധിക തീരുവ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന അടുത്ത ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US വിപണിയിൽ വില കൂടും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ, എങ്ങനെ ബാധിക്കും എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തേത്, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കനത്ത നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. US-ലെ സാധാരണ ഉപഭോക്താക്കളെയും ഈ കാര്യങ്ങളെല്ലാം ബാധിക്കും. അതേപോലെ തന്നെ ആഗോള വ്യാപാരത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനും കഴിയും. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ തിരിച്ചടിയേക്കും. മറ്റു രാജ്യങ്ങളെയും ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ നമുക്ക് വലിയ നഷ്ടം വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയിലായിരിക്കും. കാരണം US തീരുവ ഇരട്ടിയാക്കിയതോടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഫലത്തിൽ 63.9% തീരുവ ചുമത്തപ്പെട്ടേക്കാം. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ മേഖല തന്നെയാണ്. വിവിധതരം തുണിത്തരങ്ങൾക്കുള്ള തീരുവ നിലവിൽ 34.5 മുതൽ 48.4 വരെയാണ്. ഇത് ഇനി 59% മുതൽ 63.9% വരെ ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ഈ രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന ചൈനയ്ക്കും ബംഗ്ലാദേശിനും താരതമ്യേന കുറഞ്ഞ തീരുവയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിപണി വിട്ട് ആവശ്യക്കാർ ചൈനയെയും ബംഗ്ലാദേശിനെയും സമീപിക്കും.
ഇന്ത്യയുമായി മത്സരിക്കുന്ന പല രാജ്യങ്ങൾക്കും നാമമാത്രമായ തീരുവയാണുള്ളത്. ഇത് US വിപണിയിൽ ഇന്ത്യയുടെ മേൽക്കൈ നഷ്ടപ്പെടുത്തിയേക്കുമെന്നാണ് ആശങ്ക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കയറ്റുമതിയിൽ 40 മുതൽ 50% വരെ ഇടിവുണ്ടാകാനുള്ള സാധ്യതയാണ്. എന്താണെങ്കിലും ട്രംപ് പ്രഖ്യാപിച്ച ഈ കനത്ത തീരുവ നാളെ പ്രാബല്യത്തിൽ വരാനിരിക്കുന്നതും വിദേശ ഓഹരി വിപണികളുടെ തളർച്ചയും ഇന്ത്യൻ വിപണിയിലും ഇന്ന് സമ്മർദ്ദ പേമാരിയാണ് എന്ന സൂചന ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ തന്നെ നൽകിക്കഴിഞ്ഞു. 10 പോയിന്റ് താഴെയായിരുന്നു ഇന്ന് രാവിലത്തെ വ്യാപാരം. ഒരു ഘട്ടത്തിൽ 70 പോയിന്റ് വരെ താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിയതൊക്കെ. US-ൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത, സമരമില്ലാത്ത റഷ്യ യുക്രൈൻ സംഘർഷം എന്നിവ മൂലം ക്രൂഡ് ഓയിൽ വില കൂടുന്നതും ഇന്ത്യൻ വിപണിക്ക് ആശങ്കയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളൊക്കെ അനുസരിച്ച് കർഷകരെ ദുരിതത്തിലാക്കി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ നിലപാടൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. അപ്പോഴും ഉഭയകക്ഷി വ്യാപാരത്തിലെ ആശങ്ക സാമ്പത്തികമായി നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നൊരു ആശങ്കയും ശക്തമാണ്.